ഗാസ സംഘർഷങ്ങളിലെ സമാധാന ശ്രമങ്ങൾക്ക് ഊർജം പകർന്ന് ഒടുവിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഖത്തറിനോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. ഖത്തറിൽ കഴിഞ്ഞ മാസം നടത്തിയ ആക്രമണത്തെ ചൊല്ലിയാണ് ഖത്തർ പ്രധാനമന്ത്രിയോട് നെതന്യാഹു മാപ്പ് ചോദിച്ചത്. ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയെ നെതന്യാഹു ഫോണിൽ വിളിക്കുകയായിരുന്നു. അതും ട്രംപിന്റെ നിർദ്ദേശപ്രകാരം. ഖത്തറിന്റെ പരമാധികാരത്തിന് നേർക്ക് നടത്തിയ ആക്രമണം തെറ്റായിരുന്നുവെന്ന് സമ്മതിക്കുകയും ഇനി മേലിൽ ഇസ്രായേൽ ഖത്തറിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറില്ല എന്ന് നെതന്യാഹു അൽത്താനിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഖത്തർ പൗരനായ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതിൽ പശ്ചാത്താപമുണ്ട് എന്നും നെതന്യാഹു അൽത്താനിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ ഇസ്രായേലിന് എതിരാകുകയും അമേരിക്ക പോലും ഇസ്രായേലിന്റെ ആക്രമണത്തെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ ഇസ്രായേൽ മാപ്പ് പറയണമെന്ന് ഖത്തർ നിബന്ധനയും വെച്ചു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നെതന്യാഹു മാപ്പപേക്ഷയുമായി ഖത്തറിനെ ബന്ധപ്പെട്ടത്. UN പൊതുസഭയിൽ പങ്കെടുക്കാനെത്തിയ നെതന്യാഹു തിങ്കളാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ട്രംപും നെതന്യാഹുവും സംയുക്തമായി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ചതും ക്ഷമാപണം നടത്തിയതും. ഗാസയിലെ വെടിനിർത്തലിന് കഠിനമായ ശ്രമങ്ങളുമായി അമേരിക്ക മുന്നോട്ടു പോകുകയാണ്. ഖത്തറാകട്ടെ വെടിനിർത്തൽ ചർച്ചകളിലെ പ്രധാന മധ്യസ്ഥ രാഷ്ട്രവുമാണ്. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിലായിരിക്കണം അറബ് രാഷ്ട്രങ്ങളെ ബന്ധപ്പെടേണ്ടത്. ഈ സാഹചര്യത്തിൽ ഖത്തർ ഇടഞ്ഞു നിൽക്കുന്നത് മധ്യസ്ഥ ചർച്ചകളെ ബാധിക്കും. അത് ഇല്ലാതാക്കുന്നതിന് ഖത്തറിനോട് മാപ്പ് പറഞ്ഞ് പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ സമ്മർദ്ദം ചെലുത്തി. അതുതന്നെയാണ് നെതന്യാഹുവിനെ മാപ്പപേക്ഷയ്ക്ക് പ്രേരിപ്പിച്ചതും. US ഓവൽ ഓഫീസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ നെതന്യാഹു അൽത്താനിയെ ഫോണിൽ വിളിക്കുകയും ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ ഖത്തർ പൗരൻ കൊല്ലപ്പെട്ടതിൽ ഖേദമുണ്ടെന്ന് അറിയിക്കുകയുമായിരുന്നു. നെതന്യാഹുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നുവെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന്റെ പേരിൽ ഖത്തറിന് ഇസ്രായേലിനോട് ദേഷ്യമുണ്ട് എന്ന് തനിക്കറിയാം. അതുപോലെ തന്നെ മുസ്ലിം ബ്രദർഹുഡ് പോലുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്നതിൽ ഇസ്രായേലിന് ഖത്തറിനോടും അമർഷമുണ്ട്. എന്നാലും അന്ന് നടന്ന ആക്രമണത്തിൽ ഖത്തറിന്റെ പൗരൻ കൊല്ലപ്പെട്ടതിൽ പശ്ചാത്താപമുണ്ട്. ഭാവിയിൽ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുന്നു. ഇസ്രായേലിന്റെ ഉറപ്പ് സ്വാഗതം ചെയ്യുന്നതായും മധ്യേഷ്യൻ മേഖലയിലെ സമാധാന ശ്രമങ്ങളിൽ പങ്കാളിത്തം തുടരുമെന്ന് ഖത്തർ ഉറപ്പ് നൽകുകയും ചെയ്തു. ഇക്കാര്യത്തിൽ നെതന്യാഹുവും സമാധാന ശ്രമങ്ങൾക്കുള്ള തങ്ങളുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സമാധാന ടെലിഫോൺ സംഭാഷണങ്ങൾക്കു പിന്നാലെ ഗാസയിൽ വെടിനിർത്തലിനുള്ള 21 നിർദ്ദേശങ്ങൾ US പ്രഖ്യാപിച്ചു. അതിനിർണായകമെന്നാണ് ഇസ്രായേൽ ഖത്തറിനോട് മാപ്പ് ചോദിച്ചതിനെ അന്താരാഷ്ട്ര വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. മധ്യേഷ്യൻ മേഖലയിൽ സമാധാന ശ്രമങ്ങൾക്ക് ഈ ഖേദപ്രകടനം കരുത്തു പകരുമെന്ന് വിദേശകാര്യ രാഷ്ട്രീയ വിദഗ്ധർ വിലയിരുത്തുന്നു. നെതന്യാഹുവിന്റെ മാപ്പപേക്ഷ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നിലപാടുകളിൽ നിന്ന് വിഭിന്നമായ മറ്റൊരു മുഖത്തെയാണ് കാണിക്കുന്നത്. ഇതുവരെ ഖത്തറിലടക്കം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളെ ന്യായീകരിക്കുകയും അത് തങ്ങളുടെ അവകാശമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമായിരുന്നു ഇസ്രായേലിന്റെ ഒപ്പം നെതന്യാഹുവിന്റെയും നിലപാട്. മാപ്പ് ചോദിച്ചുള്ള ഫോൺ കോളിന് തൊട്ടു തലേ ദിവസം പോലും ഖത്തർ ആക്രമണത്തെ ന്യായീകരിച്ച വ്യക്തിയാണ് നെതന്യാഹു. വർഷങ്ങൾക്ക് മുൻപ് ഒസാമ ബിൻ ലാദനെ കൊലപ്പെടുത്താൻ അമേരിക്ക പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണവുമായിട്ടാണ് നെതന്യാഹു ഖത്തർ ആക്രമണത്തെ വിശേഷിപ്പിച്ചതും. ഇതിന് പിന്നാലെയാണ് തിങ്കളാഴ്ച നെതന്യാഹു ട്രംപിനെ കണ്ടതും പിന്നാലെ സംയുക്തമായി ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ചതും ഖേദപ്രകടനം നടത്തിയതും എന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷത്തിന് നെതന്യാഹുവിന്റെ ഖേദപ്രകടനം അത്ര രസിച്ചിട്ടില്ല. ഖത്തറിൽ സെപ്റ്റംബർ 9 നടത്തിയ ആക്രമണം അതിപ്രാധാന്യമുള്ളതും ധാർമ്മികമായി ശരിയുമായിരുന്നുവെന്നാണ് ഇസ്രായേൽ തീവ്ര വലതുപക്ഷ വിഭാഗത്തിന്റെ മന്ത്രിയായ ഇറ്റാമർ ബെൻ ഗിർ പറഞ്ഞത്. അതും നെതന്യാഹു മാപ്പപേക്ഷ നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്ന് നിമിഷങ്ങൾക്കകം ഖേദപ്രകടനത്തെ തള്ളിപ്പറഞ്ഞ് ഇറ്റാമർ രംഗത്തെത്തി. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും പണം നൽകുകയും ചെയ്യുന്ന രാജ്യമാണ് ഖത്തറെന്നും ഭീകരവാദത്തിന്റെ കറ ഖത്തറിന്റെ കയ്യിൽ നിന്ന് കഴുകിക്കളയാനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖത്തറിനെ ശത്രു രാജ്യമായി പ്രഖ്യാപിക്കുകയാണ് ഇറ്റാമർ. ഖത്തറിൽ സെപ്റ്റംബർ 9 നടത്തിയ ആക്രമണത്തിന് പിന്നാലെ അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രായേലിനെ നേരിടാൻ തീരുമാനിച്ചിരുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വിപരീതമായി അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾ ഐക്യപ്പെടുകയും നയതന്ത്രപരമായും അല്ലാതെയും
ഇസ്രായേലിനെ നേരിടാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായും ഈ ഐക്യപ്പെടൽ നെതന്യാഹുവിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകണം. ഇതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനെ വിമർശിച്ചും ആക്രമണത്തെ അപലപിച്ചും രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു. എല്ലാ അർത്ഥത്തിലും ഇസ്രായേലിനെ പിന്തുണച്ചിരുന്ന അമേരിക്ക പോലും ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെ തള്ളിപ്പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ പോലും അതീവ ഗുരുതരമായ ലംഘനമാണ് എന്നാണ് ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തെ വിശേഷിപ്പിച്ചത്. ഇതെല്ലാം ഇസ്രായേലിനെ ഒരുപക്ഷെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകാമെന്ന് കരുതുന്നു. ഒപ്പം ഗാസയിൽ വെടിനിർത്തലിനായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇസ്രായേലിനുണ്ട്. എന്നാൽ ഇത് യാഥാർത്ഥ്യമാകണമെങ്കിൽ ഖത്തറിന്റെ മധ്യസ്ഥത കൂടിയേ തീരൂ. ഇസ്രായേൽ മാപ്പ് പറയാതെ മധ്യസ്ഥത വഹിക്കില്ല എന്ന ഖത്തറിന്റെ ഉറച്ച നിലപാടും ഈ ഖേദപ്രകടനത്തിൽ നിർണായകമായിട്ടുണ്ട്.